എന്തിനാണ് നീ കൂടെ പോലീസുകാരായിട്ട് അയാൾ കുടിച്ചേച്ച് സത്യമാ സാർ അയാളെ പ്രശ്നം ഉണ്ടാക്കിയത്. ഓഹോ, അപ്പൊ പ്രശ്നം ഉണ്ടായി നീ കൂടെ തല്ലിക്കളയല്ലേ സാർ? ഇത് വലിയ കഷ്ടമാണ് സാർ. അപ്പൊ തല്ലിയ നീയാണ്. എക്സ്ക്യൂസ് മീ സാർ. മേ ഐ കം ഇൻ? യെസ്. ആര് പറഞ്ഞോ ഇതിനകത്തേക്ക് ആളെ കടത്തിവിടാൻ? സാർ അത് ഞാൻ നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഇന്നത്തെ പത്രത്തിൽ വായിച്ചു കാണും എന്റെ പ്രസ്താവന. അയാം വട്ടപ്പാറ, വട്ടപ്പാറ പീതാംബരൻ, ഓൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ. മതി മതി. എന്താ ഇവിടെ? ഞാനിവരെ കസ്റ്റഡിയിലെടുക്കാൻ, സോറി, ജാമ്യത്തിലെടുക്കാൻ വന്നതാണ്. ഓ, ദാ വക്കീലുണ്ട് എന്റെ കൂടെ. കമ്മീഷണറാണല്ലേ? ഓ, ബാർ തൊഴിലാളി യൂണിയൻ നേതാവും ഒപ്പം ബാർ ജീവനക്കാരനുമാണ് ഞാൻ. കേട്ട് കാണും, തൊഴിലാളി വർഗത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു തൊഴിലാളി നേതാവ്. എന്നിട്ട് തന്നെ കണ്ടിട്ട് യവന്മാരെ പോലെ പണിയെടുക്കുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. അത് പിന്നെ ഈ ട്രേഡ് യൂണിയന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് സർ. ഓ, ഞങ്ങൾ നേതാക്കന്മാർ പണിയെടുക്കാറില്ല. പിന്നെ കമ്മീഷണർ, ഇവരുടെ ജാമ്യത്തിന്റെ കാര്യം മര്യാദയ്ക്ക് സംസാരിക്കടാ. ഓ, ഇക്ബാൽ വേണ്ട, വിട്ടുകൊടുത്തേക്ക്. അവരെ കൊണ്ടുപോകട്ടെ. കടലാസൊക്കെ അപ്പുറത്തെ ഓഫീസിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. വയ്ക്കോ. ഓ, അരുമ്പാറ. അരിമ്പാറയല്ല, വട്ടപ്പാറ, വട്ടപ്പാറ പീതാംബരൻ. എന്താണേലും പാറ തന്നെ. താൻ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ആളല്ലേ? എങ്ങനെ മനസ്സിലായി? ഓ, മിനിസ്റ്ററുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു കാണും ഞാൻ വരുമെന്ന്. അല്ല, ഖദറിന്റെ കൂടെ നെഞ്ചത്ത് ഒരു 500 നോട്ട് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ബട്ട് കമ്മീഷണർ, ഇഫ് യു വാണ്ട് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ, ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിന്നെ ഞാൻ പൊക്കിക്കോളാം. ഓടാ ഓടാ. വരട്ടെ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, ഈ പീതാംബരനെ ഏറ്റാൽ അത് ചെയ്തിരിക്കും. ഇതതുപോലെയല്ല, ഞാൻ ചെയ്തിരിക്കും. അല്ലേ? അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓ, കണ്ണും കണ്ണും കൊള്ളയടിക്കാൻ, കടലേ വാനം കൊള്ളയടിക്കാൻ. എന്താ സാറേ ഒരു പരിങ്ങല്?